യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അറസ്റ്റിൽ. ചിന്നക്കനാൽ നേതാജി കോളനിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടുമല ഡിവിഷനിൽ നേതാജി കോളനി സ്വദേശി രാജു മുരുകനെയാണ് അറസ്റ്റിലായത്. ഭാര്യ കൗസല്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ശാന്തൻപാറ പോലീസ് പിടികൂടിയത്. ജനുവരി 27-നാണ് കൗസല്യ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹിതയായ 3 വർഷം പിന്നിട്ട ദമ്പതികളാണ് രാജുവും കൗസല്യയും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായി ഉണ്ടായിരുന്ന നിരന്തര പീഡനങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൗസല്യ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് രാജു മുരുകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ പറഞ്ഞു. അതെ, ആത്മഹത്യയാണ് ചെയ്തത്. അത് നമ്മൾ അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്യും. തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ പീഡനം നടന്നിട്ടുള്ളതായിട്ട് ആ മരണ ദിവസവും പീഡനം നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കണ്ട് ചോദിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുറിവുകളേറ്റിട്ടുള്ളതായിട്ടും പിന്നെ അതുപോലെ തന്നെ അതിനും ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള മുറിവുകളും ഒക്കെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ഒരു കേസായിട്ട് ബോധ്യപ്പെട്ടുള്ളതുകൊണ്ട് ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴിയും ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് രാജു മുരുകനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, പൂപ്പാറ.